വിവാദങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ രാജിയിലേക്ക് ഇന്ന് വൈകിട്ടോടെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. നേതാക്കൾ തമ്മിലുണ്ടായ കൂടിയാലോചനകൾക്ക് ശേഷം KPCC ഔദ്യോഗികമായി തന്നെ രാജി ആവശ്യപ്പെടും. സംഘടനാ നടപടിയുടെ ഭാഗമായി രാജി ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം. വനിതാ നേതാക്കൾ ഉൾപ്പെടെ സമ്മർദ്ദം ശക്തിപ്പെടുത്തിയിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനും MLA പദവിയിൽ നിന്ന് രാഹുൽ രാജിവെക്കുന്ന ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് പാർട്ടി കടക്കണം എന്ന നിലപാടിലായിരുന്നു. രമേശ് ചെന്നിത്തലയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തി അത് ന്യായീകരിക്കാൻ കഴിയാത്തതാണ്, പാർട്ടിക്ക് ദോഷകരമായി ഭാവിയിലും അത് ബാധിക്കും എന്ന നിലപാടിലായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അമൽ തേരംപറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, അല്പം മുമ്പാണ് VD സതീശൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം പുറത്തേക്ക് വന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം എന്ന തോന്നലും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും പറയാതെയാണ് പോയത്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കോൺഗ്രസിൽ ഏത് തരത്തിലാണ് രാഹുൽ വിഷയം ചർച്ചയാകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അനിവാര്യമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കാണിച്ച മാതൃകയൊക്കെ ചൂണ്ടിക്കാണിച്ച് അന്ന് അവർ രാജിവെച്ചില്ലല്ലോ, അതിനാൽ ഈ വിഷയത്തിൽ രാഹുൽ രാജിവെക്കേണ്ടതില്ല, പരാതിയില്ല. മാത്രമല്ല, പരാതിക്കാരി നിലവിൽ പുറത്തു വന്ന ഗർഭചിത്രമടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങളിലെ പരാതിക്കാരി ഇതുവരെയും വെളിച്ചത്ത് വന്നിട്ടില്ല. ആരാണതെന്ന് ഒരു വ്യക്തതയുമില്ലാതെ നിൽക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് രാജി വേണ്ട എന്നുള്ള നിലപാടായിരുന്നു ആദ്യം KPCCക്കെങ്കിൽ ഇപ്പോൾ അതല്ല. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മാധ്യമങ്ങൾ പ്രതികരണം തേടി. രാജി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആദ്യം മുകേഷിനോട് രാജി ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കൂ, രാജി വെക്കട്ടെ എന്നിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞു നിന്ന നിലപാടിൽ നിന്നും മാറ്റമുണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ മാത്രം കാര്യമാണ്, അത് ജനങ്ങളുടെ കാര്യമല്ല. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനപ്രതിനിധിയായി രാഹുൽ ഇനിയും തുടരേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം എത്തിയിരിക്കുകയാണ്. അതിൽ ആദ്യമായി മാധ്യമങ്ങളോട് ആ നിലപാട് തുറന്നു പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല കൃത്യമായി തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു, രാഹുൽ അടിയന്തരമായി മാറി നിൽക്കണം, രാഹുൽ രാജിവെക്കണം, ഇനിയും രാഹുലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു നിമിഷം പോലും രാഹുൽ MLA സ്ഥാനത്ത് തുടരുത് എന്ന ഉറച്ച നിലപാട് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും വരുന്നു. പിന്നീട് തുടർച്ചയായി മാലപ്പടക്കം പൊട്ടുന്നത് പോലെയാണ് അടക്കി വെച്ചിരുന്ന നിലപാട് നേതാക്കൾ തുറന്നു പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സമീപകാലത്ത് കോൺഗ്രസിൽ ഇങ്ങനെ ഒരു അഭിപ്രായ ഐക്യം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ല, ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ നേതാക്കളുമായി നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു ചർച്ച നേതൃതലത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്ന പ്രതികരണമാണ് ഏറ്റവും മുൻനിരയിലെ 3, 4, 5 നേതാക്കൾക്കിടയിൽ നിന്ന് വന്ന വിവരം. പക്ഷേ അതിനു പിന്നാലെ രാഹുൽ രാജിവെക്കുന്നതാണ് നല്ലത് എന്ന രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം. രാഹുലിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകും എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ VD സതീശന്റെ പ്രതികരണം അതുൾപ്പെടെ ഏത് തരത്തിലാണ് പിന്നീട് ചർച്ചയാക്കപ്പെട്ടത്? എങ്ങനെയാണ് ഈ ചർച്ചകൾ കോർഡിനേറ്റ് ചെയ്യപ്പെട്ടത്? ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ളൊരു പരാതി എന്ന നിലയിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശം വരട്ടെ, അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധി വഴി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വഴി KC വഴി എന്തെങ്കിലും ഒരു നടപടി വരട്ടെ എന്നത് കാത്തിരിക്കുക എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഈ അച്ചടക്ക നടപടി വിഷയം എത്തിയത് എങ്ങനെയാണ്? അതിന്റെ തുടർ ചർച്ചകൾ എങ്ങനെയാണ്? ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായമല്ല പിന്നീട് അതിന് ആണിക്കലായി മാറിയത്. അതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്കിടയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, തുറന്നു പറയുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് CPM-നും BJP-ക്കും ഒക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യം തങ്ങൾ ചെയ്ത് കാണിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതൊരു തുടക്കം മാത്രം എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതോടൊപ്പം നിങ്ങളെ കൊണ്ട് കോൺഗ്രസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയിപ്പിക്കും എന്ന നിർണായകമായ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. അത് രാഹുലിന്റെ രാജി എന്നുള്ള കാര്യവും രാഹുലിനോടുള്ള VD സതീശന്റെ അതൃപ്തി എന്നുള്ള നിലയിലും അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം മാറി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. രാജി എന്നുള്ള നിലയിലേക്ക് ചർച്ചകൾ മാറി. വൈകുന്നേരം രാഹുൽ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചു. ആ മാധ്യമങ്ങളെ കാണുന്നത് രാജി പ്രഖ്യാപിക്കാനാണെന്നുള്ള സൂചനയുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് രാഹുലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അത് രാജി പ്രഖ്യാപനത്തിനുള്ള ഒരു വാർത്താ സമ്മേളനം ആയിരുന്നില്ല, മറ്റു ചില കാര്യങ്ങൾ വിശദീകരിക്കാനായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇന്നലെ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ രാജി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നതേയില്ല. പക്ഷേ അതിനുശേഷം പിന്നീടും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. തുടർച്ചയായി തന്നെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ആശയവിനിമയങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു. രാഹുൽ രാജിവെക്കുന്നതാണ് ഉചിതം, തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തദ്ദേശ പ്രധാനമാണ്. ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഞങ്ങൾ മുന്നിൽ നിർത്തുന്നത് അത് യുവനിരയാണ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നതിനിടയിലാണ് യുവനിരയിലെ ഏറ്റവും പ്രമുഖനായി സമീപകാലത്ത് ഉയർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ വലിയ ആരോപണം ഉയർന്നു വരികയും ശബ്ദരേഖ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തത്.
അപ്പോൾ ഇപ്പോൾ പാർട്ടി ഗൗരവത്തിൽ നടപടി സ്വീകരിക്കാൻ പോവുകയാണ്. അതേസമയം തന്നെ നിയമപരമായി ഈ വിഷയത്തിൽ ഒരു നിലനിൽപ്പില്ലല്ലോ എന്നൊരു മറുവാദം കൂടി കോൺഗ്രസിനുള്ളിൽ തന്നെ ചിലരെങ്കിലും ഉയർത്തുന്നില്ലേ? രാഹുലുമായി ബന്ധപ്പെട്ട ആളുകളെങ്കിലും ഉയർത്തുന്നില്ലേ? ഇപ്പോൾ മുകേഷ് എം എൽ എ എവിടെ രാജിവെച്ചോ? അത്തരം ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ലേ? അത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഇതിന് മുൻപുണ്ടായ കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ആ കീഴ്വഴക്കങ്ങളെ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിരോധത്തെ തകർത്തെറിയുന്നതാണ് ഇന്നിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായി തുടങ്ങിയിട്ട് ആ പ്രതികരണങ്ങൾ. ഏറ്റവും ആദ്യം ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, കെ രമ തുടങ്ങി ഇങ്ങനെയുള്ള ഒരുപാട് പ്രതികരണങ്ങൾ വരികയാണ്. ഈ പ്രതികരണങ്ങളുടെ എല്ലാം ഉള്ളടക്കം എന്ന് പറയുന്നത് രാഹുൽ രാജിവെക്കണം, അത് CPM എന്ത് നിലപാടെടുത്തോ അല്ലെങ്കിൽ AK ശശീന്ദ്രൻ രാജിവെച്ചോ മുകേഷ് രാജിവെച്ചോ എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടതില്ല. BJPയുടെ ഏറ്റവും ഉന്നതാധികാര സമിതിയിൽ ഇപ്പോഴും പോക്സോ കേസിലെ പ്രതിയില്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു പ്രതിരോധം സൃഷ്ടിക്കേണ്ടതില്ല. ആ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാട് പോലെ അല്ല കോൺഗ്രസിന്റെ നിലപാട്. അടിയന്തരമായി രാജി ചോദിച്ചു വാങ്ങണമെന്ന നിലപാട് വനിതാ നേതാക്കൾ ഒന്നടങ്കം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. അതിനാൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാനാകില്ല. രാഹുലിനെതിരെ പരാതിയുണ്ടോ, പോലീസിന് മുന്നിൽ പരാതിയുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രതിരോധം ഇനി ഇപ്പോൾ നിലനിൽക്കില്ല. കാരണം എല്ലാവരും ഒരുപോലെ നിലപാടെടുക്കുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രം രാഹുലിന് പ്രതിരോധം സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന് നിലപാടെടുത്ത ആളുകൾ പോലും മാറ്റി പറയുന്നു. കെ മുരളീധരന്റെ പ്രതികരണമാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. കെ മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട് ആദ്യഘട്ടത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം രാഹുലിന്റെ രാജി വേണ്ട, രാഹുൽ ഇപ്പോൾ രാജിവെക്കേണ്ട ഒരു ഘട്ടമില്ല എന്ന് പറഞ്ഞ് കെ മുരളീധരൻ പിന്നീട് ഇത്തരത്തിലുള്ള ഗൗരവമായ വിഷയം മുന്നിൽ കണ്ടുകൊണ്ട് കെ മുരളീധരൻ നിലപാടൊന്നും മയപ്പെടുത്തി വേണമെങ്കിൽ രാജിയാവാം എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നു. അങ്ങനെ എല്ലാവരും രാജി എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ രാജി അല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള നിലയിലേക്ക് എത്തുകയാണ്. മാത്രമല്ല ഒരു വിഭാഗം നേതാക്കൾ പങ്കുവയ്ക്കുന്ന മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ നിലവിലത്തെ സാഹചര്യത്തിൽ അത് തിരിച്ചടി ഉണ്ടാകും. അവിടെ BJP രാഹുലിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ശരി, അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കട്ടെ, അതാണ് ഉചിതം. ഇതുവരെ PK ശശിക്കെതിരെ അല്ലെങ്കിൽ AK ശശീന്ദ്രനെതിരെ മുകേഷിനെതിരെ സ്വീകരിച്ച നിലപാട് എന്താണ്? ഏത് തരത്തിലാണ് CPM-നെതിരായ വിമർശനം ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത്? തീവ്രത അളക്കുന്നത് പാർട്ടിയാണല്ലോ, പീഡനത്തിന്റെ തീവ്രത നോക്കിയാണല്ലോ നിങ്ങൾ നടപടി സ്വീകരിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ CPM-നെതിരെ ഉന്നയിച്ചിരുന്നു. BJP നേതാക്കൾക്കെതിരെ ദേശീയതലത്തിൽ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതേ മാതൃകയിലല്ല കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നത് എന്ന സൂചനകൾ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരികയാണ്.